എറണാകുളത്ത് അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. അർദ്ധരാത്രിയോടെ ജില്ലാ കോടതി വളപ്പിലും മഹാരാജാസ് കോളേജ് വളപ്പിലുമാണ് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയത്. 16 വിദ്യാർത്ഥികൾക്കും 4 അഭിഭാഷകർക്കും പരിക്കേറ്റു. എറണാകുളം ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷന്റെ പരിപാടിയിലേക്ക് മഹാരാജാസിലെ വിദ്യാർത്ഥികൾ നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകരുടെ ആരോപണം. വനിതാ അഭിഭാഷകരോടടക്കം വിദ്യാർത്ഥികൾ മോശമായി പെരുമാറി. എല്ലാ കൊല്ലവും കുട്ടികൾ ഇവിടെ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ കഴിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതിനുശേഷം വക്കീലന്മാർക്ക് മാത്രമായിട്ടുള്ള ഇവന്റുകളിൽ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇവരെ പുറത്താക്കിയത്. അല്ലാതെ ഇവരെ ഞങ്ങൾക്ക് പുറത്താക്കണമെന്ന് വേറെ ആഗ്രഹമൊന്നുമില്ല. ഇവിടുന്ന് പുറത്താക്കുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷമാണ് കൂട്ടമായിട്ട് ആളുകൾ വന്ന് ഈ പറയുന്ന ആക്രമണങ്ങൾ ഇവിടെ നടത്തിയത്. മദ്യപിച്ച് അഭിഭാഷകർ വിദ്യാർത്ഥിനികളോടക്കം മോശമായി പെരുമാറിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് SFIയുടെ മറുവാദം. SFI പ്രവർത്തകർ അനാവശ്യമായി സംഘർഷമുണ്ടാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥികൾ ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുത്ത്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റുകയാണ് CPM. എറണാകുളം ജില്ലാ കോടതിയിൽ നടന്ന സംഘർഷത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനടക്കം കേസെടുക്കും. 24 കൊച്ചി.